2020 കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതുക്കൽ എത്തി നിൽക്കുന്ന വേളയിലായിരുന്നു ജോസ് കെ മാണി തൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത്. ദീർഘകാലത്തെ UDF ബന്ധം ഉപേക്ഷിച്ച ജോസ് കൃത്യമായ ഒരു പദ്ധതി ഒരുക്കിയിട്ടാണ് ഇടതുമുന്നണിയുടെ ഭാഗമാകുവാൻ തീരുമാനിച്ചത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുവാനും മന്ത്രിസ്ഥാനം നേടിയെടുക്കുവാനുമാണ് ജോസ് ആ ഘട്ടത്തിൽ ആഗ്രഹിച്ചത്. അതിനാൽ തന്നെ രാജ്യസഭാ സീറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം 2021 തിരഞ്ഞെടുപ്പിൽ തൻ്റെ പിതാവായ KM മാണി നൂറ്റാണ്ടുകാലം പ്രതിനിധീകരിച്ച പാലായിൽ നിന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുകയും ചെയ്തു. പിണറായി വിജയനും ഇടതുമുന്നണിക്കും വലിയ നേട്ടങ്ങളുണ്ടായെങ്കിലും ഇടതു തരംഗത്തിനിടയിലും ജോസ് കെ മാണിക്ക് സംഭവിച്ചത് വലിയ പതനവും പരാജയവുമായിരുന്നു. ജോസിനെ സംബന്ധിച്ചിടത്തോളം 15,000-ലധികം വോട്ടുകൾക്ക് പാലായിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടത് ഒരു MLA പദവി മാത്രമല്ല, നേരെ മറിച്ച് പിണറായിയുടെ ക്യാബിനറ്റിൽ സുപ്രധാന വകുപ്പോടുകൂടി മന്ത്രിയാകുവാനുള്ള അവസരവുമായിരുന്നു. എന്നാൽ ജോസിൻ്റെ ഈ പരാജയങ്ങൾ നേട്ടമാക്കി മാറ്റുവാൻ കഴിഞ്ഞത് റോഷി അഗസ്റ്റിനാണ്. ജോസ് കെ മാണി MLA ആകാതിരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു മന്ത്രിയെ ലഭിക്കുന്ന ഘട്ടത്തിൽ കേരള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളും മറ്റ് പാർട്ടി നേതാക്കളുമെല്ലാം റോഷിയുടെ പേരാണ് ഐക്യകണ്ഠേന മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. മറ്റു വഴികളില്ലാതെ ജോസ് കെ മാണിക്ക് ഈ നിർദ്ദേശം അംഗീകരിക്കേണ്ട ഗതികേടുണ്ടായി എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ പാർട്ടിയുടെ ചെയർമാനായ ജോസ് കെ മാണിക്ക് എതിര് നിൽക്കുവാൻ ഈ 5 വർഷത്തിനിടയിൽ റോഷി അഗസ്റ്റിൻ മുതിർന്നില്ല എന്നത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പതിവുള്ള രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്നത് പോലെയുള്ളൊരു പിളർപ്പ് ഈ 5 വർഷത്തിനിടയിൽ മാണി ഗ്രൂപ്പിൽ സംഭവിക്കാതെ പോയത്. എന്നാൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ തയ്യാറെടുക്കുന്നതിനിടെയാണ് മന്ത്രിയാകുവാനുള്ള കരുനീക്കങ്ങൾ വീണ്ടും ജോസ് കെ മാണി സജീവമാക്കിയത്. ജോസിനെ സംബന്ധിച്ചിടത്തോളം 2026 ഇടതുമുന്നണിക്ക് ഒരു കാരണവശാലും ഭരണം കിട്ടില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്കാ സഭയുടെ മധ്യസ്ഥതയിൽ UDFിലേക്ക് മടങ്ങുവാനുള്ള കരുനീക്കങ്ങൾ ജോസ് ശക്തമാക്കിയത്. കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും വരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ ജോസിൻ്റെ ഈ നീക്കങ്ങൾ അക്ഷരാർത്ഥത്തിൽ CPM പൊളിച്ചു കളയുകയായിരുന്നു. CPMന് ഇതിന് പിന്തുണ നൽകിയത് ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ ഏക മന്ത്രിയായ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ അംഗമായ റാന്നി MLA ആയ പ്രമോദ് നാരായണനുമായിരുന്നു. ജോസ് കെ മാണിക്ക് ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളിൻ്റെയും പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെയും പിന്തുണ മുന്നണി മാറ്റത്തിന് പരിപൂർണമായി ലഭിച്ചിരുന്നു. റോഷിയും ജയരാജും പ്രമോദും വഴങ്ങുമെന്നും കൂടിപ്പോയാൽ പ്രമോദ് നാരായണൻ മാത്രമായിരിക്കും ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പാർട്ടിയിലെ മന്ത്രിയെയും MLAമാരെയും പോലും അറിയിക്കാതെ ആത്മവിശ്വാസത്തോടുകൂടി ജോസ് കെ മാണി UDF നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. എന്നാൽ അപ്രതീക്ഷിതമായി റോഷി ഉയർത്തിയ എതിർപ്പ് ജോസ് കെ മാണിയെ ആത്യന്തികമായി ഈ നീക്കത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇത് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഇത്തരമൊരു ചർച്ച നടന്നിട്ടില്ല എന്ന് ജോസ് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമല്ല എന്ന് രാഷ്ട്രീയ ബോധ്യമുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലാകുന്നതാണ് എന്ന വസ്തുത അദ്ദേഹം മറന്നു പോകുകയാണ്. ഇവിടെ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ജോസിനെതിരെ ശക്തമായ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ കഴിയാതെ തളർന്നു പോകുന്ന ഒരു ജോസ് കെ മാണിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്യന്തികമായി മാണി ഗ്രൂപ്പിൻ്റെ ഒരു പിളർപ്പിലേക്ക് തന്നെയാണ് ഈ സാധ്യതകൾ വിരൽ ചൂണ്ടുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം റോഷി അഗസ്റ്റിൻ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശൈലിയിൽ നിന്ന് മാറി രാഷ്ട്രീയ വിശ്വാസ്യത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്നൊരു പദം തൻ്റെ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് ഉച്ചരിച്ചപ്പോൾ അത് ജോസ് കെ മാണിയുടെ നേരെ വിരൽ ചൂണ്ടുന്നതിന് തുല്യമായിരുന്നു. റോഷിയും പ്രമോദ് നാരായണനും മാത്രമല്ല, കാഞ്ഞിരപ്പള്ളി MLA ആയ N ജയരാജ് കൂടെ വരുമെന്ന് ഉറപ്പില്ലാതായ ഘട്ടത്തിലാണ് ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുവാനുള്ള തീരുമാനമെടുത്തതും UDFുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തതും. ഇത് കേവലമായ ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമായി നാം കാണേണ്ടതില്ല. ജോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ നിയമസഭയിലുള്ളത് 5 അംഗങ്ങളാണ്. അതിൽ 3 പേരും വരാതിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന പേര് തന്നെ ജോസ് കെ മാണിക്ക് നഷ്ടമാകുന്ന സാഹചര്യം അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. മാണി ഗ്രൂപ്പ് എന്ന പേര് മാത്രമല്ല, പാർട്ടിയുടെ ആസ്ഥാനമായ
കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കൂടി കൈവിട്ടു പോകുമ്പോൾ കോടികളുടെ നഷ്ടമാണ് ജോസ് കെ മാണിക്ക് ഉണ്ടാകുക. ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഇടതുമുന്നണിയുമായുള്ള രാഷ്ട്രീയ ബന്ധം ജോസ് കെ മാണിക്ക് നഷ്ടമാകുമ്പോൾ ഇനി ആത്യന്തികമായി ഉയരുന്ന ചോദ്യം ഇതാണ്: പുതിയ ഒരു പിളർപ്പിന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സാക്ഷ്യം വഹിക്കുമോ? ആത്യന്തികമായി അതിലേക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ 2 MLA മാർ, ഞാൻ നേരത്തെ പറഞ്ഞ പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും എന്തു വിധേനയും UDF-ലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഇടതുമുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഇറങ്ങിയാൽ അത് തങ്ങൾക്ക് പരാജയം ഉറപ്പുവരുത്തുമെന്ന കൃത്യമായ അവരുടെ ബോധ്യമാണ് ഇത്തരമൊരു നിലപാടിലേക്ക് അവരെ എത്തിക്കുന്നത്. അതിനാൽ തന്നെ ജോസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ 2 നേതാക്കളും UDF-ലേക്ക് മടങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ഇവർ ഇരുവരും ചങ്ങനാശ്ശേരിയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നും യഥാക്രമം മത്സരിച്ചാലും നാം അത്ഭുതപ്പെടേണ്ടതില്ല. ഇത്തരത്തിൽ തൻ്റെ കൂടെ ഉറച്ചു നിന്ന 2 MLA-മാർ UDF പാളയത്തിലേക്ക് ചേക്കേറുമ്പോൾ പിന്നീട് അവശേഷിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ജോസ് കെ മാണി വീണ്ടും ദുർബലനാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇനിയിപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ച് മുന്നിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഉടനടി തിരിച്ചു വരുവാനോ മന്ത്രിയാകുവാനോ ഉള്ള സാധ്യതകൾ അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ദിവസം കേരളമെമ്പാടും ചർച്ച ചെയ്ത ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് വലിയ കളങ്കമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇടതുമുന്നണിയുടെ അണികൾ പോലും ഏറ്റവും ആത്മാർത്ഥമായി ജോസിൻ്റെ കൂടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയാൽ നിലകൊള്ളുമെന്നും ഈ ഘട്ടത്തിൽ വിലയിരുത്താനാവില്ല. അങ്ങനെ സംഭവിച്ചാൽ ജോസ് കെ മാണി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ രാജ്യസഭാ MP ആണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മത്സരത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള സാധ്യതകളും സജീവമാകുകയാണ്. ജോസിനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ഇനി ആഗ്രഹിക്കുവാൻ പോകുന്നത് റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും പ്രമോദ് നാരായണൻ റാന്നിയിലും പരാജയപ്പെടണം എന്ന് തന്നെയാവും. പാർട്ടിക്ക് MLA-മാരില്ല എന്ന നാണക്കേട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടായിരിക്കാം ജോസ് കെ മാണി ഇങ്ങനെ ആഗ്രഹിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിനും വളരെ വ്യക്തമായ ഒരു മറുപടി നമുക്ക് അനായാസം കണ്ടെത്താൻ സാധിക്കും. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ സമഗ്രാധിപത്യം നിലനിർത്തുവാൻ MLA-മാർ ഉണ്ടാവാതിരിക്കേണ്ടത് ഒരത്യന്താപേക്ഷിതയാണ്. കാരണം MLA-മാരുടെയും പാർട്ടി മന്ത്രിയുടെയും സാന്നിധ്യമാണ് ഇന്ന് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ തൻ്റെ സ്വന്തം പാർട്ടിയെ UDF-ലേക്ക് കൊണ്ടുപോകുന്നുള്ള സാഹചര്യം അദ്ദേഹത്തിന് നിഷേധിച്ചത്. അതിനാൽ തന്നെ അധികാര സ്ഥാനങ്ങളിൽ തന്നെ എതിർക്കുന്നവർ ഉണ്ടാവാതിരിക്കേണ്ടത് ജോസ് കെ മാണിയുടെ ആവശ്യകതയാണ്. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന അത്തരത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ചാൽ തൻ്റെ പാർട്ടിയുടെ നേതാക്കൾക്ക് CPM-ൻ്റെയും CPI-യുടെയും പോലും വോട്ട് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുവാനുള്ള കരുനീക്കങ്ങളായിരിക്കാം ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏതാണെങ്കിലും ഈ ഘട്ടത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കും: ചരിത്രത്തിൽ ഉണ്ടാവാത്ത വിധം കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിൽ ഇത്രമാത്രം ഭിന്നത രൂക്ഷമാകുന്നത്. ജോസിൻ്റെ മേൽക്കോയ്മയും ജോസിൻ്റെ എല്ലാ തീട്ടൂരങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന നിലപാട് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചതോടുകൂടി ഇടതുമുന്നണിക്കും കൂടുതൽ പ്രിയങ്കരനായി തീരുന്നത് റോഷി അഗസ്റ്റിൻ എന്ന നേതാവാണ്. അതിനാൽ തന്നെ റോഷി അഗസ്റ്റിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് CPM-ഉം മുഖ്യമന്ത്രിയും മറ്റ് ഘടകകക്ഷികളും മുൻപോട്ട് പോകുമ്പോഴും ഒറ്റപ്പെടുവാൻ പോകുന്നത് ജോസ് കെ മാണിയാണ്. അതിനാൽ തന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഘട്ടത്തിലും റോഷി അഗസ്റ്റിൻ പിടിമുറുക്കുന്ന ഒരു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിലനിൽക്കുന്നതിനേക്കാൾ ഭേദമെന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനും ജോബ് മൈക്കിളിനുമൊപ്പം പാർട്ടിയുടെ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നഷ്ടപ്പെടുമെന്ന റിസ്ക് പോലും എടുത്തുകൊണ്ട് പാർട്ടിയുടെ ചിഹ്നവും പാർട്ടിയുടെ പേരും നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ പോലും മുന്നിൽ കണ്ടുകൊണ്ട് UDF-ലേക്ക് ഒരു ചുവടുമാറ്റമാണ്. അതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടാകുമോ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നീക്കം ജോസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നെല്ലാം അറിയുവാൻ നാം ജനുവരി 16 വരെ കാത്തിരുന്നാൽ മതിയാകും. ജനുവരി 16-ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഏതൊക്കെയാണെങ്കിലും ഒരു വിഭാഗം UDF-ലേക്കുള്ള മടക്കത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ചർച്ചകളോട് ജോസ് സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ UDF-ലേക്കുള്ള പോക്കിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണയുണ്ടാക്കുവാനും നമുക്ക് കഴിയും. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ റോഷി അഗസ്റ്റിന് മുന്നിൽ പ്രമോദ് നാരായണന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന, രാഷ്ട്രീയ നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്ന ഒരു ജോസ് കെ മാണിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.